നമസ്കാരം. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. ഇത്തവണ മൈനയല്ല തിരിഞ്ഞു നോക്കിയത്, നമ്മുടെ CM ആയിരുന്നു. സിസ്റ്റം ഫുൾ അഴിച്ചു മാറ്റുമെന്ന് പറഞ്ഞിട്ട് ഈ ഫുട്ബോൾ കാലത്ത് ഫ്യൂസ് തന്നെ അഴിച്ചോണ്ട് പോയാൽ അടി അങ്ങ് തൃശ്ശൂരിൽ നിന്ന് വരെ വരും. ഈ വൈദ്യുതി തടസ്സമൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, നിങ്ങൾ വേറെ വലിയ കാര്യമെല്ലാം ചോദിക്ക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിലെ മൈക്ക് തന്നെ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിച്ചു. പക്ഷെ മൈക്ക് എടുത്തോണ്ട് പോ എന്നോ വീട്ടിൽ പോയി സംസാരിക്കൂ എന്നോ VDS പറഞ്ഞില്ല. ലൈറ്റുകളും മൈക്കുകളും മൊത്തം ഓഫായിട്ടും VDS വിട്ടുകൊടുത്തില്ല, പിടിച്ചു നിന്നു. പ്രിയദർശിനി ഓർത്തിട്ടാണോ ഇനി അതുകൂടി നമ്മൾ ഓർത്തോട്ടെ എന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല. ഓടുന്ന ബസ്സിന് പുറകെ ഓടിയിട്ട് കാര്യമില്ല, കറണ്ട് വന്നാലേ സംസാരിക്കാനാകൂ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊന്ന് ഒതുക്കി. അത് പിന്നെ നമ്മുടെ നാക്കിന് മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാനാവില്ലല്ലോ. ഇത്രയൊക്കെ വേണമായിരുന്നു. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളെന്ന് മുൻ സർക്കാർ പറഞ്ഞതിനെ അത്രയ്ക്കങ്ങ് കളിയാക്കണ്ടായിരുന്നു. ഇതിപ്പോ കേറിയപ്പോ മുതൽ പറയുക, കറണ്ട് കളയാതെ നിവൃത്തിയില്ല മക്കളെ, ഇങ്ങള് ക്ഷമിക്കി. വേറെ ഏത് കാലാവസ്ഥയിലും മലയാളികൾ കൊതുക് കടിയും കൊണ്ട് കഴിഞ്ഞുകൂടും. വേൾഡ് കപ്പിൽ അർജന്റീന ജയിക്കുമോ സ്പെയിൻ കപ്പടിക്കുമോ എന്ന് ഒരാകാംക്ഷ ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും കാണില്ലേ? ഓണപ്പരീക്ഷ ഇങ്ങ് അടുത്തപ്പോൾ തന്നെ ഇത് വേണമായിരുന്നോ എന്ന് കുട്ടികളും ചോദിക്കുന്നുണ്ട്. ജീവിക്കാനുള്ള മോഹം കൊണ്ട് ചോദിച്ചു പോവുക. കറണ്ട് കട്ടെടുത്ത് കടം വീട്ടാതിരിക്കാൻ പറയാൻ പറ്റുമോ? ഇല്ലല്ലേ. AC ഒന്നും നേരത്തെ വേണ്ട മന്ത്രി സാറേ, കൊതുകടി ഇല്ലാതാക്കാൻ ഇച്ചിരി ഫാൻ ഇട്ടോട്ടെ. നമുക്ക് അഭിമാനം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കടം വാങ്ങിയ കറണ്ട് നമ്മളുടെ സർക്കാർ തിരിച്ചു കൊടുത്തിരിക്കും എന്നാണ് സണ്ണിച്ചാൻ പറയുന്നത്. ഇന്ദിരാക്കട്ട് എന്നൊക്കെ ആളുകൾ പറയും, നമ്മളൊന്നും കാര്യം വെക്കണ്ട. വടക്കോട്ടുള്ള ലൈനിൽ ചെറിയൊരു പണിയുണ്ട്, ഫീസ് ഒന്ന് ഊരണം. എന്റെ തിരുമൽ ദേവ, ഈ പവർ കട്ട് UP-യിൽ വരാതിരുന്നാൽ മതി. ഫ്രിഡ്ജിലെ ഫ്രീസറിൽ കണ്ട ശിവലിംഗത്തിനെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഇത് അവതാരം തന്നെയെന്ന്. ഒട്ടും വൈകിച്ചില്ല, ആ അവരാധം ശുഭസ്യ ശീഘ്രം എന്നാക്കി. ഉടനെ പൂജയും തുടങ്ങി. അമർനാഥിലെ ഉരുകിക്കൊണ്ടിരിക്കുന്ന ശിവലിംഗത്തിന് പകരം ദൈവം ഫ്രീസറിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴേ അവിടെ ആകെ വലിയ പൊല്ലാപ്പും ബഹളമായി. അതെങ്ങാനും ഉരുകിപ്പോയാൽ നാട്ടുകാർ ആ വീടിന് തന്നെ തീവച്ചെന്ന് വരും. അല്ലെങ്കിലും ഫ്രീസറിലെ തീവച്ചുള്ള പൂജ അധികകാലമൊന്നും ആ ഫ്രിഡ്ജിന് ആയുസ് കൊടുക്കാൻ തരമില്ല. ഇന്ന് അർച്ചനയിലും ചെറിയ പൂജയിലും ഒക്കെ ഒതുങ്ങി. നാളെ ദീപാരാധനയും അത്താഴ പൂജയും കൂടി കഴിയുമ്പോഴേക്ക് ഇവിടെ എന്താ ഉണ്ടായേ, ദീപാവലിയോ എന്ന് ചോദിച്ചുകൊണ്ട് ആ വീട്ടുകാർ വരാതിരുന്നാൽ മതി. എന്തോ UP-യിൽ എന്തോ വരട്ട്, ഇവിടെ ഇത്തരം ഭക്തന്മാരുണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ഇനി എങ്ങാനും വന്നാൽ പൂക്കി സർക്കാരിനെ മൊത്തത്തിൽ തൂക്കുമെന്ന് ഉറപ്പാണ്.